പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ വിഭവമാണ്. അപ്പം മീൻ വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, മീനിന്റെ മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇവിടെ ഞാൻ മീനിന്റെ മുട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള മീൻ മുട്ടയാണ് കിട്ടിയത്, പരിഞ്ഞീലെന്ന് പറയുമല്ലോ. അപ്പൊ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പല രീതിയിൽ മീൻമുട്ട വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പരിഞ്ഞിൽ വെച്ചിട്ട് പല റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് മുട്ട പൊരിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാറുണ്ട്, പിന്നെ തോരൻ വെക്കാറുണ്ട്, ഇതുപോലെ പൊരിച്ചെടുക്കാറുണ്ട്. പല റെസിപ്പികളുണ്ട്. അതൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. ഈ പൊരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ലേശം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് ഒന്ന് നോക്കിയേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പൊ മസാലയൊക്കെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചു കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ വെക്കുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ വറുത്തെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ മുട്ട വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇതൊരു നാടൻ ഡിഷൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് മുട്ടയെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ വറുത്തെടുക്കാനുള്ളതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. വെന്ത് വരുന്നുണ്ട്. ഇതിന് നന്നായിട്ട് വെള്ളമൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ സൈഡും കൂടെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവുവേ. അപ്പൊ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തുറന്ന് വെച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഇതിന് ഇറങ്ങുമല്ലോ, അതങ്ങ് പോകാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചു കൊടുക്കണം. അപ്പോഴാ വെള്ളം അങ്ങ് വലിയും. അതിനുശേഷം ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടാണല്ലോ വെച്ചത്, അതുകൊണ്ട് പിന്നെ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതായിട്ടുണ്ട്. ഒന്നുകൂടെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാരും കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാണാനൊക്കെ ഇഷ്ടമില്ലാത്തവർ കാണും, പരിഞ്ഞില് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണും. പക്ഷെ അങ്ങനല്ല, കഴിച്ചിട്ടുള്ളവർക്കറിയാം അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ പരിഞ്ഞിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോ വലിയ പരിഞ്ഞിലായിട്ടാണ്. ചെറിയ നമ്മൾ മത്തിയൊക്കെ മേടിക്കുമ്പോഴെങ്കിൽ ചെറിയ ചെറിയ പരിഞ്ഞില് കിട്ടും. അതാണേലും വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ട. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലും കൂടെ ആയതുകൊണ്ട് നല്ല മണമാണ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അടിപൊളി രുചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തും കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലും കൂടെ കിട്ടും. എൻ്റെ ഇത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്, രാത്രി ആവാറായി. അപ്പൊ ഇനിയിപ്പം പോയി കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വരാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയേക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.